എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഈ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ കുറച്ച് പേർക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ എന്താണ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ഡിക്റ്റേഷൻ ടെസ്റ്റിന് പോകുമ്പം വരുന്ന ചെറിയ മിസ്റ്റേക്കുകളാണ്. ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആ ഒരു ഡിക്റ്റേഷൻ ടെസ്റ്റ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോകുന്ന ചെറിയ മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഇതിൽ പലരും ഡിക്റ്റേഷൻ ടെസ്റ്റ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റിന് പോയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും പെൻസിലിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ നമ്മൾ ഡിക്റ്റേഷൻ ടെസ്റ്റിന് കൊണ്ടുപോകുന്ന ബുക്കിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അതായത് നമ്മൾ കൊണ്ടുപോകുന്ന പെൻസിൽ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ള പെൻസിൽ മാക്സിമം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു പെൻസിൽ വാങ്ങി, ആ പെൻസിൽ എത്രത്തോളം ഗുണമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു എക്സാമിന് മുന്നേ ആയിട്ട് നമ്മൾ ആ പെൻസിൽ വാങ്ങിയിട്ട് പോകും, എക്സാം നേരെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ചിലപ്പോൾ അത് ഓൾഡ് സ്റ്റോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വരി പോലും എഴുതാൻ പറ്റാതെ ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഇപ്പോൾ ഇതുപോലെ പെൻസിൽ വാങ്ങുമ്പോൾ പലപ്പോഴും പറ്റാറുള്ളൊരു അബദ്ധമാണ്, നമ്മളറിയില്ല, എഴുതി നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് മൊന ഒടിഞ്ഞു പോകും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 5 മിനിറ്റ് ഡിക്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രമേ നമുക്ക് ഇത് ഫുള്ള് നീറ്റായിട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് പെൻസിലിൻ്റെ മുന ഒടിഞ്ഞു പോയാൽ നമുക്കവിടെ പെട്ടെന്ന് ടെൻഷൻ ആവുകയും പിന്നീട് ഒരു രീതിയിലും എഴുതാൻ പറ്റാതാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബുക്കാണ്. നമ്മൾ കൊണ്ടുപോകുന്ന ഡിക്റ്റേഷൻ ടെസ്റ്റിന് കൊണ്ടുപോകുന്ന ബുക്ക്. അപ്പം നമ്മൾ പലപ്പോഴും സ്വാഭാവികമായിട്ടും ബുക്കിൽ എല്ലാ പേജിലും വരയുണ്ടാവും, നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പോവും നേരെ ബുക്ക് എടുക്കും, അതുപോലെ തന്നെ എഴുതുമ്പോൾ നമ്മൾ അടുത്ത പേജ് മറിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഒരു പേജിൽ വരയുണ്ടാവില്ല, അത് നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അടുത്ത പേജ് മറിച്ച് എഴുതുമ്പോഴത്തേക്ക് ടെൻഷനും കൂടും, അതുപോലെ തന്നെ എഴുതാനും പറ്റില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പേജ് മറിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിക്റ്റേഷൻ എക്സാമിന് മുന്നേ ആയിട്ട് പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാ ഈ ഷോർട്ട് ഹാൻഡ് എഴുതുന്ന ബുക്കിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പേജ് മറിക്കുന്നത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേജ് മറിക്കേണ്ട സമയം കൊണ്ട് കുറച്ച് ഒമിഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഒമിഷൻസ് കുറച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ചെറിയൊരു അശ്രദ്ധ മതി നമുക്ക് ആ ഒരു എക്സാം ഔട്ടാവാൻ, അതായത് എക്സാമിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാതെ ആവാൻ ചെറിയൊരു കാരണം മതി. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.